നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലേക്ക് വിഷം തുപ്പിയ ആ കലാമണ്ഡലം സത്യഭാമ RSSകാരിയാണോ അതോ CPMകാരിയാണോ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പൊരിഞ്ഞ തർക്കം. നേരത്തെ ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചരണം തിരിച്ചടിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സത്യഭാമ കേസരിയിൽ എഴുതിയ ലേഖനങ്ങളൊക്കെ കുത്തിപ്പൊക്കി RSSകാരിയാണ് എന്ന പ്രചരണം ചില കേന്ദ്രങ്ങൾ ഉയർത്തിവിട്ടത്. എന്നാൽ BJP അതിശക്തമായി തിരിച്ചടിക്കുന്നു. സത്യഭാമ RSSന്റെ കേസരിയിൽ എഴുതാറുണ്ട് എന്നതാണ് അവർക്ക് ദീപാ നിശാന്ത് അടക്കമുള്ളവർ നൽകിയ അധിക യോഗ്യത. ഇന്നലെ സൈബർ ഇടങ്ങളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ സത്യഭാമ അറിയപ്പെടുന്ന CPMകാരിയാണ് എന്ന് BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിൽ ഇത്തിരി യാഥാർത്ഥ്യവുമുണ്ട്. പിണറായി വിജയൻ സർക്കാരാണ് അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കിയത്. അതിനുവേണ്ട യോഗ്യത സത്യഭാമയ്ക്കുണ്ടായിരുന്നോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നു. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു. CPM സൈബർ സഖാക്കളുടെ മാർഗദർശികളിൽ ഒരാളായ അശ്വമേധം GS പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ. മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നപ്പോൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതും ഇതേ സത്യഭാമ തന്നെ. അതേ സത്യഭാമ തന്നെയാണ് ഇപ്പോൾ കേരളത്തോട് പറയുന്നത് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്ന്, അതും കാല് കവച്ചുവെച്ച്. RLV രാമകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞില്ലെങ്കിലും കൃത്യമായ സൂചനകളോടെ മോഹിനിയാട്ടം കളിക്കുന്ന RLVക്ക് കാക്കയുടെ നിറമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. 2018 അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ആശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്നുമാണ് അന്ന് ഈ സത്യഭാമ തട്ടിവിട്ടത്. വിവാദമായ ആദ്യ അഭിമുഖത്തിന് ശേഷം ഇവർ നിരവധി മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി. ആ അഭിമുഖങ്ങളിലും മുഴച്ചു നിന്നത് അഹങ്കാരത്തിന്റെ ഭാഷ. ധാർഷ്ട്യമായിരുന്നു അവരുടെ മുഖത്തും സംസാരങ്ങളിലുമൊക്കെ. കറുത്ത നിറമുള്ള കുട്ടികൾ വന്നാൽ പഠിപ്പിക്കും, പക്ഷേ മത്സരത്തിന് പോകാൻ അനുവദിക്കില്ല. ഇതാണ് അവരുടെ നിലപാട്. പണം കിട്ടിയാൽ കൈക്കില്ല, പക്ഷേ അവർക്കൊന്നും അംഗീകാരം ലഭിക്കരുത്. എത്രയും പെട്ടെന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് ഇവറ്റകളെ പുറത്താക്കണമെന്നാണ് സാംസ്കാരിക കേരളം ആവശ്യപ്പെടേണ്ടത്. തനിക്ക് കുറ്റബോധമില്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ ചാനലുകളിൽ കയറിയിരുന്ന് അവർ വിളമ്പുന്ന കാഴ്ച, ഇത് തികച്ചും അരോചകമായിരുന്നു കേരളത്തിന്. കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ആ കലാമണ്ഡലം എന്ന പേര് ഒഴിവാക്കി വേണം ഇനി മാധ്യമങ്ങൾ സത്യഭാമയെക്കുറിച്ച് സംസാരിക്കാൻ. പ്രസ്തുത സ്ഥാപനത്തിന് ഇവരെ പോലെയുള്ളവർ കാരണം എത്ര മോശമായ പേരാണ് ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്നത്. സനീഷ് ഇളയടത്തിനെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെ: കലാമണ്ഡലം സത്യഭാമ എന്നോ മറ്റോ സ്വയം വിളിക്കുന്ന ഒരു സ്ത്രീ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോഴാണ് കണ്ടത്. എന്തൊരു വൃത്തികെട്ട സ്ത്രീ, മെഗാ ഊള. ഇക്കാലത്തും ഇരുന്ന് അഹങ്കാരത്തോടെ ഇത്തരം ഭക്ഷണത്തരങ്ങൾ മറ്റു മനുഷ്യരെ പറ്റി പറയുന്നല്ലോ. നല്ല തെറി വിളിക്കണമെന്നുണ്ട്. പിന്നെ ഇവരുടെയൊന്നും ലെവലിലേക്ക് നമ്മൾ താഴരുതല്ലോ എന്ന് കരുതി അതൊക്കെ എഴുതിയ ശേഷം ഡിലീറ്റ് ചെയ്തതാണ്. സത്യഭാമയ്ക്ക് കൃത്യമായ മറുപടി ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. മോളെ സത്യഭാമെ, ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി. രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന, ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധമെന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലുമുള്ള വെള്ള പൂശരുത്. ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം. കറുപ്പിനൊപ്പം രാമകൃഷ്ണനൊപ്പം. മുക്കാലിയിൽ കെട്ടി പുറമടിച്ചു പൊളിച്ച് കാന്താരി തേച്ച് അരച്ചാൽ മാത്രമേ ഈ അസുഖം മാറൂ. ഇത്തരം വിഷജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റണമെന്നാണ് സന്ദീപ് വചസ്പതി പറയുന്നത്. കാക്കയുടെ നിറം, കാല് കവച്ചു വെച്ചാൽ അരോചകം. ഇത്തരം പ്രയോഗങ്ങൾ ഇന്നലെ മലയാളത്തെ മലീമസമാക്കി. ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളെപ്പോലെയുള്ള കുലസ്ത്രീകൾ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചുറപ്പിക്കുന്ന കാലം കഴിഞ്ഞുപോയി എന്ന് ഓർമ്മപ്പെടുത്തുന്നവരുമുണ്ട്. RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പും ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ പറയുന്നു. പരാതി സമർപ്പിക്കുന്നത് സംബന്ധിച്ച് താൻ വിദഗ്ധരോട് ഉപദേശം തേടിയിട്ടുണ്ട്. കലാരംഗത്ത് പുതുതായി ആളുകൾക്ക് കടന്നുവരാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും രാമകൃഷ്ണൻ പറയുന്നു.
ഇതിനിടയിൽ കലാമണ്ഡല സത്യഭാമയ്ക്ക് വിനിയായി സ്ത്രീധന പീഡന കേസും ഉയർന്നു വന്നിരിക്കുന്നു. മകന്റെ ഭാര്യയുടെ പരാതിയിൽ 2022 സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. എന്നാൽ ഉന്നത സ്വാധീനങ്ങൾക്ക് വഴങ്ങി പോലീസ് മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചു. സത്യഭാമ തന്നെ മാനസിക ശാരീരിക പീഡനങ്ങൾക്കിരയാക്കി എന്ന് മകന്റെ ഭാര്യ പരാതിയിൽ ആരോപിക്കുന്നു. ഗുരുതര ആരോപണങ്ങളാണ് സത്യഭാമയ്ക്കെതിരെ ഈ പരാതിയിലുള്ളത്. 2022 സെപ്റ്റംബറിലായിരുന്നു സത്യഭാമയുടെ മകൻ അനൂപുമായി പരാതിക്കാരിയുടെ വിവാഹം. ഇതിനുശേഷം ക്രൂരമായ പീഡനങ്ങളാണ് സത്യഭാമ നടത്തിക്കൂട്ടിയത്. സ്ത്രീധനമായി നൽകിയ 35 പവൻ പോരാ, 10 ലക്ഷം രൂപ കൂടി ഇനിയും വേണമെന്നായിരുന്നു സത്യഭാമ മകന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടത്. മകന്റെ ഭാര്യയുടെ പേരിലുള്ള വീടും സ്ഥലവും അനൂപിന്റെ പേരിൽ എഴുതി വച്ചതിന് ശേഷം മാത്രമേ ഇനി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നാൽ മതി എന്നും സത്യഭാമയുടെ കൽപ്പന മരുമകളോട്. ഒക്ടോബറിൽ ആ യുവതിയും മാതാപിതാക്കളും സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ മകന്റെ ഭാര്യയുടെ താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞുവെന്നാണ് പരാതിയിലുള്ളത്. തുടർന്നവർ അവരുടെ മുഖത്തിടിച്ചു, തുടർന്ന് നിലത്തേക്ക് തള്ളിയിട്ടു. ഇത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെ ആക്രമിച്ചു എന്നും പരാതിയിൽ എടുത്തു പറയുന്നു. 2022 സെപ്റ്റംബർ 29 പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് അവരുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു എന്നും പരാതിയിൽ എടുത്തു പറയുന്നു. എന്റെ മകൻ കെട്ടിയ താലി നീ ഇടേണ്ടടി എന്നായിരുന്നു സത്യഭാമയുടെ ആക്രോശം. സത്യഭാമ ജൂനിയർക്കെതിരെ ഇപ്പോൾ അതിശക്തമായ പരാതികളാണ് ഉയർന്നു കത്തുന്നത്. സ്ത്രീധന പീഡന കേസിലടക്കം പ്രതിയായ ഒരാളെ എന്തിനാണ് കലാമണ്ഡലം ഭരണസമിതിയിൽ എടുത്തത് എന്ന ചോദ്യം ഈ സർക്കാരിന് നേർക്ക്. ഒടുവിൽ അതേ സത്യഭാമ വിളിച്ചുകൂവുന്നു, പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്ന്. പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് നേരെ അവർ കോപാകുലയായി അടുത്തു. രാമകൃഷ്ണനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ യാതൊരുവിധ കുറ്റബോധവുമില്ല എന്നവർ പച്ചയ്ക്ക് വീണ്ടും വീണ്ടും കേരളത്തിന്റെ മുഖത്ത് നോക്കി തുപ്പി. 21ാം നൂറ്റാണ്ടിലും കലയിൽ പോലും നിറവും ജാതിയും ഒക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലീമസമാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ന് ശ്രീകുമാരൻ തമ്പിയടക്കം പറയുന്നു. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ സ്ത്രീയല്ല എന്ന് ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിച്ചു. ആ സത്യഭാമ പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്ന മഹിളാരത്നമാണ്. ഞാൻ സംവിധാനം ചെയ്ത ഗാനം, ബന്ധുക്കൾ, ശത്രുക്കൾ എന്നീ ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് ആ മഹതിയാണ്. അളിവേണി എന്തു ചെയ്തു, മലയാളി പെണ്ണെ, നിന്റെ മനസ്സ് തുടങ്ങിയ ഗാനങ്ങളുടെ ചിത്രീകരണം ഓർമ്മിക്കുക. കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം സരസ്വതി, കലാമണ്ഡലം ലീലാമ തുടങ്ങിയ പ്രശസ്ത നർത്തകിമാർ ആ സത്യഭാമയുടെ ശിഷ്യരാണ്. കലാമണ്ഡലം പത്മനാഭൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം സത്യഭാമയുടെയും കലാജീവിതം വിഷയമാക്കി ഞാൻ ദെയ്തേ കേൾനി എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ള അധിക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്നാണ് RLV രാമകൃഷ്ണൻ പറയുന്നത്. കറുത്തവർ മോഹിനിയാട്ടം കളിക്കരുത് എന്ന ചിന്താഗതിക്കെതിരെയാണ് തന്റെ പോരാട്ടം. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നിരന്തര വിവാദങ്ങൾക്ക് പിന്നിൽ അത്തരം ലോബികളാണെന്നും രാമകൃഷ്ണൻ പറയുന്നു. ഇതിനിടയിൽ RLV രാമകൃഷ്ണന് താൻ വേദി നൽകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന് RLV രാമകൃഷ്ണനെ പങ്കെടുപ്പിക്കും. കലാമണ്ഡലം ഗോപിയുടെ പത്മ അവാർഡ് വിവാദങ്ങളിൽ പ്രതികരണവുമായി വീണ്ടും സുരേഷ് ഗോപി രംഗത്തെത്തിയപ്പോഴാണ് RLV രാമകൃഷ്ണനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത്. ശ്രീകൃഷ്ണന്റെ കറുപ്പ് നിറത്തെക്കുറിച്ചും മോഹിനിമാരെക്കുറിച്ചുമൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. മോഹിനിയാട്ടത്തിന് സുന്ദരിമാരായ വെളുത്ത നിറമുള്ള സ്ത്രീകൾ മാത്രമേ കടന്നുവരാവൂ എന്ന സത്യഭാമയുടെ ഏറ്റവും മലിനമായ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം തള്ളിക്കളയുക മാത്രമല്ല, അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്കാണ് കേരളം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.